സിഹത്തുൽ ജസദി മിൻ ഖില്ലത്തിൽ ഹസദ്. ശരീരാരോഗ്യം അസൂയ കുറയുന്നതിനനുസരിച്ചാണ്. ഇത് അലി റളിയല്ലാഹു അൻഹു വാക്ക് എത്ര അങ്ങനെ കഷ്ണം ഉണ്ടാവുള്ളൂ. പക്ഷെ ഭയങ്കര ആഴമുള്ള വാക്കിരുന്നു. ഒരുപാട് വസിയത്തുകൾ കാണാൻ കഴിയും. തത്വജ്ഞാനം, അതായത് ഒറ്റ കഷ്ണേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ആഴെത്രയാ. ഒരു ചെറിയ വാക്കാണ് സിഹത്തുൽ ജസദി മിൻ ഖില്ലത്തിൽ ഹസദ്. സിഹത്തുൽ ജസദി, ശരീരത്തിൻ്റെ ആരോഗ്യം, മിൻ ഖില്ലത്തിൽ ഹസദി, അസൂയ കുറയുന്നതിനാൽ നിലനിൽക്കുന്നതാണ്. അപ്പം ഇതിനൊരു ഉത്തരം കിട്ടി. എന്ത്? അസൂയ കൂടിയാൽ ആരോഗ്യം ചെയ്യും. പരലോകം മാത്രമല്ല പോവുക, എന്തും പോവും. ഈ വിഷയത്തിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ലോകത്തെ രാജ്യങ്ങളൊക്കെ പഠനം നടന്നിട്ടുണ്ട്. ഭയങ്കര അതിനെ അത്ഭുതപ്പെടുത്തി. ഇന്നിപ്പോൾ ഇത് ഒരു പഠന റിപ്പോർട്ടാണ്. എന്ത്? ഹാർവാർഡിൽ നിന്ന് കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, അവരൊക്കെ പഠന റിപ്പോർട്ടാണത്. അതൊരു കാലത്ത് പറയുമ്പോൾ അതിന് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല. പക്ഷെ ഇന്നത് കയറി നമ്മാശ. ഒരു കാലത്ത് അത് പഠിക്കാനേ സംവിധാനങ്ങൾ. ഇന്ന് ഭയങ്കരമാണത്. ലോകരാജ്യങ്ങൾ മുഴുവനും ഈ വിഷയത്തിൽ പഠനം വന്നിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് പഠനം വന്നിട്ടുണ്ട്, ഓക്സ്ഫോർഡിൻ്റെ പഠനമുണ്ട്, UK നിന്ന് വേറെ പഠനങ്ങളുണ്ട്, ആസ്ട്രേലിയയിൽ നിന്ന് പഠനമുണ്ട് ഈ വിഷയത്തിൽ. അപ്പോൾ വലിയ വാക്കാണത്. അത് മറക്കാതെ കൊണ്ടിറക്കണം ഈ വാക്ക്. ആ വാക്ക് ഇത്രയേ ഉള്ളൂ. സിഹത്തുൽ ജസദി മിൻ ഖില്ലത്തിൽ ഹസദ്. ഇത് അലി റളിയല്ലാഹു അൻഹു വാക്കാണ്. സിഹത്തുൽ ജസദി മിൻ ഖില്ലത്തിൽ ഹസദ്. ആരോഗ്യം നിലനിൽക്കുക അസൂയ കുറക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആരോഗ്യവാനായി നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ എന്തൊഴിവാക്കണം? അസൂയ ഒഴിവാക്കണം. അസൂയ എന്ന് പറയുമ്പോഴല്ല, അസൂയയിന്മേൽ ഒരുത്തൻ പണിയെടുത്താൽ മാത്രമേ അത് മഹ്സൂദിനെ ബാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇത് അവനെ മാത്രം ബാധിക്കും. അതുകൊണ്ടാണ് ഒമിൻ ശരി ഹാസിദിന് ഇത് ഹസദ എന്ന് പറഞ്ഞത്. അസൂയക്കാരൻ ഉണ്ടാക്കുന്ന ഉപദ്രവം ഇത് ഹസദ. അവൻ അസൂയ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ വേറെ എവിടെയും അതുപോലത്തെ ഒരു വാക്ക് കാണാൻ കഴിയില്ല. ഒമേശ്വരി ഹാസിദ്ദീൻ എന്നല്ല, ഒമേശ്വരി ഹാസിദ്ദീൻ ഇത് ഹസദ. അസൂയക്കാരൻ്റെ ഉപദ്രവത്തിനെ തൊട്ട് അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇത് ഹസദ. അവൻ അസൂയെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ അപ്പോഴേ എനിക്ക് ഉപദ്രവമുള്ളൂ. ഇല്ലെങ്കിൽ ഉപദ്രവം ആർക്ക് മാത്രം? അവന് മാത്രം. അപ്പം നിങ്ങളെ പേടി വെച്ചു, അപ്പോൾ ഒരാൾക്ക് അസൂയുണ്ടായി. ഇനി അവിടെ ക്ഷയിക്കുന്നത് ആര് മാത്രം? അസൂയ ഉണ്ടായാൽ മാത്രം. ഓന് അസൂയം കൊണ്ട് അങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല, ഓന് നഷ്ടം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞുതരാം. അതേസമയത്ത് ആ പീടി കയറണ്ട കേട്ടോ, അവിടുത്തെ എണ്ണപ്പായതാണ്, അവിടുത്തെ മറ്റേതാണ്, അങ്ങനെയാണ് തിന്നണ്ട കേട്ടോ, ഭയങ്കര അതിൻ്റെ അടുക്കള കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നമുക്ക് പ്രശ്നമായി. അതാണ് ഇതാ ഹസദ. ഇല്ലെങ്കിലോ അതാണ് മാത്രം. ഓനടുപ്പിൽ വെച്ച വിറക് കത്തിത്തീരും. വിറകിനെ തിന്നും പോലെ നന്മകളെ അസൂയ തിന്നും. ആരുടെ നന്മ? അസൂയാലുവിൻ്റെ നന്മ. അവൻ്റെ ആരോഗ്യം, അവൻ്റെ നന്മ, അവൻ്റെ ഈ ലോകം, അവൻ്റെ പരലോകം. ഒരാൾ നീ തല്ലിയാൽ തിരിച്ചൊന്നും തല്ലാത്ത കാലത്തോളം നിനക്ക് പരലോകത്തെ ബുദ്ധിമുട്ട്, ഈ ലോകത്ത് ബുദ്ധിമുട്ടില്ല. നീ ഒരാൾക്ക് അസൂയ വെച്ചാൽ അയാൾക്കൊരു ബുദ്ധിമുട്ടില്ല, നിനക്ക് മാത്രം ബുദ്ധിമുട്ട്. ഇതാണ് ഹസദയാണ് പ്രശ്നം. അസൂയ അവൻ പ്രത്യക്ഷപ്പെടുത്തിയാൽ ഈ അസൂയക്കാരൻ അസൂയക്കനുസരിച്ച് വർക്കും ചെയ്താൽ മാത്രമേ മറ്റൊക്കെ പ്രശ്നമുള്ളൂ. അതിനാണ് അയാൾ അള്ളാഹുവോട് പറയുന്നത്. അസൂയക്കാരെങ്കിലും ഉണ്ടാവും, പക്ഷെ അത് അവരുമായി പണി നടക്കരുത്. പണി നടക്കാത്ത കാലത്തോളം എനിക്ക് പ്രശ്നമൊന്നുമില്ല. പണി നടത്തിയാൽ ഞാൻ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് എന്നോട് പറയാം. ഓൻ പണി നടത്തരുത്. അസൂയ കൊണ്ട് ഞാൻ എന്ത് ആക്കിക്കോട്ടെ, ഓനെന്നെ നഷ്ടം. ആരോഗ്യവാനായി ഇരിക്കണമെങ്കിൽ എന്ത് വേണം? അസൂയ വേണം. അത് സത്യമാണ്, 100% സത്യം. അസൂയ മനുഷ്യന്മാർക്ക് ഉണ്ടാവും ചെയ്യും. സലാസത്തുൻ ലാ യഖ്ലു അൻഹു അഹദുൻ. 3 കാര്യങ്ങളിൽ നിന്ന് ഒരാൾ മോചിതനല്ല. അൽ ഹസദു വൽ ളന്നു വത്വയ്റതു.
അസൂയ എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് അസൂയല്ല എന്നൊരാൾ പറയാൻ പാടില്ല. അസൂയ ഉണ്ട്, പക്ഷെ അവൻ തിരിച്ചു മരുന്ന് കുടിക്കണം. മരുന്നുണ്ട്, പറഞ്ഞുതരാം. അസൂയ ഇല്ലാത്ത ഒരാളുണ്ടാവില്ല. അസൂയ അവനിൽ സ്വയം ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ എന്ത് പറയണം? അതിനൊന്ന് മൗജൂറായിരിക്കും, കൂലിട്ടും. അപ്പം നിന്റെ അസൂയ നീ തന്നെ തടയണം. അപ്പം നിനക്ക് എന്ത് കിട്ടും? കൂലിട്ടും. ഇത് നാട്ടുകാരായിട്ട് അറിയില്ല, എനിക്ക് കൂലി അങ്ങനെ വരികയും ചെയ്യും. അസൂയ ഒരു പ്രത്യേക ഹോർമോണാണ്, ഒരു ജനറ്റിക് പ്രോബ്ലം ആണെന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ചില കബീലക്കാരിൽ അസൂയ കൂടും. അങ്ങനെ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭവസ്ഥർ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുടുംബം നന്നായിട്ടേ ഇല്ല. എനിക്ക് എൻ്റെ ആയുസ്സിൽ പരിചയമുള്ള ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തെക്കുറിച്ച് പൊതുവെ നാട്ടുകാർ പറയും, ഓല അസൂയക്കാരൻ. ആ കുടുംബത്തിൽ ഒരുപാട് ആണുങ്ങളുണ്ട്, പക്ഷെ അവർ നന്നായില്ല. ആണ് പറഞ്ഞാൽ മാൻ പവർ അല്ലേ? മാൻ പവർ പറഞ്ഞാൽ പുറത്തേക്ക് വിറ്റാൽ ഭയങ്കര പൈസ കിട്ടില്ലേ? പെണ്ണിൻ്റെ പവറിന് പുറത്തേക്ക് വെക്കുന്നതിന് പരിധിയുണ്ട്, ആണിൻ്റെ പവറിന് പുറത്തേക്ക് വെക്കുന്നതിന് പരിധിയല്ല. എന്നിട്ടും ദരിദ്രന്മാരായി ജീവിക്കുക. എന്താ കാരണം? അസൂയ. ആ കുടുംബം നന്നായതേ ഇല്ല. ജനറ്റിക് പ്രോബ്ലം ആവാനുള്ള സാധ്യതയും ഉണ്ട്. ചില കുടുംബങ്ങളിൽ അസൂയ കൂടും. ചില മാതാപിതാക്കളെ മക്കൾക്ക് അസൂയ കൂടും. ചില കുടുംബങ്ങളിൽ അസൂയ നിലനിൽക്കും. ചില ആളുകൾ പറയുന്നില്ല, ഒരു സുഖമില്ലാത്ത കൂട്ടര, ആരും പറയണ്ട. ചിലപ്പോൾ മക്കളോട് ബാപ്പ പറയും, ഗൾഫിലൊക്കെ വന്ന് പോയി വന്ന് പിന്നെ കുളിച്ച് പള്ളിയൊക്കെ വന്നിരിക്കും, പറയും മറ്റേ ഇയാളവിടെ ഉണ്ടാവും. അയാൾ ചോദിച്ചാൽ യഥാർത്ഥ മുഴുവനും കൂടി പറയരുതിട്ടോന്ന് പറയും. നമുക്കവിടെ വലിയൊരു സാറാണ് രക്ഷ എന്നും പറയണ്ട. അതിനോട് ചോദിക്കും, മുപ്പര് പള്ളി ഇങ്ങനെ ഫ്രണ്ട് തന്നെ ഒത്തിട്ടുണ്ടാവും. അസൂയക്കാരിൽ നല്ലൊരു ശതമാനം പള്ളി കുത്തിരിക്കും. അസൂയക്കാർ കളശപ്പലല്ലേ ഇരിക്കാം, ഒരു പള്ളി കുത്തിരിക്കും. ഇതൊക്കെ സത്യമാണ്. അപ്പോൾ വരുന്നവരോടൊക്കെ ചോദിക്കും, എന്താ എന്നെ വട്ടം ആയിക്കാണാൻ. പിന്നെ ഓലെ പായരം പറയലും, എൻ്റെ മക്കളൊക്കെ പോയി ഒരു കാര്യമല്ല. പായരൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പുറത്ത് വരുന്നത്. ഒരാൾ വീട്ട് ഉദ്ഘാടനം വിളിക്കാൻ, അയാൾ കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കിയിട്ട് ഉദ്ഘാടനം വിളിക്കാൻ വേണ്ടി വേറെ അടുത്ത് പോയ സംഭവം അയാൾ എന്നോട് 10 കൊല്ലം മുമ്പ് പറഞ്ഞത് ഞാൻ മറന്നിട്ടേ ഇല്ല, മറക്കൂല. അയാൾ എൻ്റെ വീടിൻ്റെ കുറ്റവസയാണ് ഇത്തരാം തീയതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളിപ്പോൾ കുറ്റവസക്ക് വിളിക്കാൻ പോയതാണ്. അവിടെ ചോറൊന്ന് പോരാനേ ഉള്ളൂ. അങ്ങനെ വിളിക്കാൻ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ആനക്കിപ്പോൾ വീടായി, എനിക്കൊന്നും ഇതുവരെയായിട്ടില്ല. അതാണോ അവിടെ പറയുന്നത് വാക്ക്? എന്താ എനിക്ക് കാരണം? അസൂയ. ഒരാൾക്കൊന്നും ഉണ്ടാണ് കണ്ടുകൂടാ. ജനറ്റിക് പ്രോബ്ലം ആകാൻ സാധ്യതയുണ്ട്. അവിടെ പിന്നെ നമ്മൾക്ക് കൂലി കിട്ടും, നമ്മൾ അതിനെതിരെ പണിയെടുക്കണം. കുറച്ച് നിസ്കാരം, കുറച്ച് അസൂയ തടയൽ മാത്രം ഉണ്ടായി തന്നെ അസൂയത്ത് കിടക്കും. കാരണം അസൂയ ഉണ്ടാക്കേണ്ട അസൂയ സ്വയം ഉണ്ടാവും. ചില കുടുംബങ്ങളിൽ ചില വ്യക്തികളിൽ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ് എന്ത്? അസൂയ. എല്ലാവർക്കും ഉണ്ടാവും. ചില ആളുകൾക്ക്, ചില ഹോർമോണുള്ള ആളുകൾക്ക്, ചില കുടുംബത്തിൽ പറഞ്ഞവർക്ക് അസൂയ കൂടും. അപ്പോൾ ആ വ്യക്തികൾ പിന്നെ അവിടെ എന്താ ചെയ്യേണ്ടത്? അതിനെതിരെ പണിയെടുക്കുക. അതിനാണ് പണിയെടുക്കുക. പണി ഞാൻ പറഞ്ഞുതരാം. അതിന് ചില അസൂയ തീരാണ് മരുന്നുണ്ട്. ലക്ഷം കുടിച്ചിട്ട് കാര്യമല്ലേ, കാര്യം ഞാൻ പറഞ്ഞുതരാം. മരുന്നുണ്ട്. അസൂയ തീരാൻ മരുന്നുണ്ട്. അസൂയ തീരാൻ പറഞ്ഞാൽ ഉൽപ്പാദനം തീരല്ല, അതിനോട് ഒതുക്കുക. അസൂയ ഒതുക്കാൻ പറ്റുന്നുണ്ട്. അസൂയ സ്വയം ഉണ്ടാവും, പക്ഷെ നമ്മൾ ഒതുക്കണം. ഒതുക്കിയാൽ നമുക്ക് മഅ്ജൂറ, പുറത്താക്കിയാൽ മഅ്സൂറ. ഇൻ ദഫഅഹു ഫഹുവ മഅ്ജൂർ വഇൻ ലഹറഹു ഫഹുവ മഅ്സൂർ. അസൂയയെ പ്രത്യക്ഷപ്പെടുത്തിയാൽ, ഇൻ ദഫഅഹു അതിനെ പ്രതിരോധിച്ചാൽ ഫഹുവ മഅ്ജൂർ, അവൻ കൂലിക്കാരനാണ്, കൂലി ലഭിക്കുന്നവനാണ്. വഇൻ ലഹറഹു അതിനെ വെടിവാക്കിയാൽ ഫഹുവ മഅ്സൂർ, അവൻ കുറ്റക്കാരനാണ്. അപ്പോൾ അസൂയ അസലിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് പണി. അതാണ് മശായിഖന്മാരുടെ പണിയും മറ്റൊക്കെ കണക്കാണ്. മശായിഖന്മാരെന്ന് പറഞ്ഞാൽ അതാണ്. മശായിഖന്മാർ എന്നെ കഴുകിയത് തരും. നമ്മൾ ലാൻഡറിയിൽ കൊടുക്കുകയാണ്. എന്ത് ഡ്രസ്സ് നമ്മൾ ലാൻഡറിയിൽ കൊടുത്താൽ അത്
കഴുകി തരുന്നത് പോലെ മശായിഖന്മാർക്ക് നിൻ്റെ കൽബിനെ കൊടുത്താൽ അത് കഴുകി തരും, വൃത്തിയാക്കി തരും. അതിനനുസരിച്ച് വെളിപ്പെടണം. നമുക്ക് നടക്കില്ല, കാരണം നമ്മൾ ആർക്കും വെളിപ്പെടാത്ത ജനതയാണ്. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നും ഇപ്പം ഇല്ല. ഇപ്പം ദിക്റല്ലേ ഉള്ളൂ, ഹൃദയം കഴുകി തരലില്ല. ഞാൻ ആ ബൈക്ക് പോയാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല. ഇപ്പം ദിക്ർ ചെല്ലലാണ് നടക്കുന്നത്. എന്തല്ല ഹൃദയം കഴുകലല്ല. ഹൃദയം കഴുകി അറിയുമ്പോൾ ഒരു പറഞ്ഞത് ഉറക്കണം. ചെറുതാകണ്ടോർത്ത് ചെറുതാകണം, പിന്നെ ചെറുതാകണ്ടോർത്ത് പിന്നെയും ചെറുതാകണം. അങ്ങനെ പറ്റ 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 ചെറുതാവും. വലിയ വലിയ മശായിഖന്മാർ അവരെ വീട്ടിൽ ചെന്നാൽ ഭാര്യ അവരെ ചീത്ത പറയുന്നത് വിരുന്നുകാർ കേൾക്കും. അപ്പം ഈ വിരുന്ന അങ്ങനെ എത്രയോ ശേഖന്മാരുണ്ട്, പേര് ഞാൻ പറയില്ല, അപ്പം ഞങ്ങൾക്കൊരു വിഷമം തോന്നുന്നുണ്ടെന്ന് ചോദിച്ചാൽ അവരെ വീട്ടിൽ അള്ളാഹു തആല അവർക്ക് കൊടുത്ത തൗഫീഖാണത്. അപ്പോൾ ഈ വരുന്ന വ്യക്തിയെക്കുറിച്ച് ഈ വ്യക്തിക്ക് ഈ വീട്ടുകാരനായ ഈ ഷെയ്ഖിനെ അഹങ്കരിക്കാൻ ഒരു ന്യായവും വിരുന്നുകാർക്ക് മുന്നിലില്ല. കാരണം മൂപ്പര് സ്വന്തം പെണ്ണുങ്ങൾ അവരെ ചീത്ത പറഞ്ഞ മൂപ്പരനെ കേൾക്കും, അതൊന്നിങ്ങനെ പറയും. ഇത് വരുന്നവർ കേൾക്കും, തന്ത കണ്ടില്ല ഓരോ ഉത്തരവ് ആകെ വന്നാൽ 2 വർത്താനം പറഞ്ഞ് വിട്ടാൽ പോരെ, നേരെ പെടുത്തപ്പെടെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അവിടുന്ന് വിളിച്ച് പറയുന്ന വരുന്നവർക്ക് മനസ്സിലാവുമല്ലോ ഇതിപ്പോൾ ആരെ പറ്റിയായി പറയണത്, ഇയാളെ പറ്റിയാണ്. അപ്പോൾ അയാൾക്ക് അവിടെ കിബറുണ്ടാവില്ല, അയാളെ വല്ലാതവരോട് ശ്രദ്ധിക്കൂല. നമ്മൾ വന്ന് പെട്ടല്ലോ എന്നാ വിചാരിക്കുക. അയാളെ സ്വന്തം പേരെ തന്നെ നന്നാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, പിന്നെ നമ്മളെ നന്നാക്കി കൊണ്ടുവന്നാണ്. അത് തൗഫീഖാണ്. അതിൽപ്പെട്ട ഒരാളാണ് അഹ്മദുൽ കബീർ റിഫാഈ തങ്ങൾ. അതൊക്കെ അവസരങ്ങളാണ്, അള്ളാഹു കൊടുക്കുന്ന അവസരങ്ങൾ. പക്ഷെ തിരിയണവർക്ക് തിരിയും, ഇത് വലിയ ആളാണ്. അപ്പോൾ എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില അവസരങ്ങൾ നമുക്ക് തന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം. അസൂയ ഇല്ലാത്ത ഒരാളുണ്ടാവില്ല. എനിക്ക് അസൂയല്ല എന്നവർ പറയണ്ട, എല്ലാവർക്കും ഉണ്ടാവും. ഉണ്ടാവുക തന്നെ ഉറപ്പായിട്ടുണ്ടാവും. പക്ഷെ അത് വെളിവാക്കണമെങ്കിൽ ആ ടീമിൽ പെടണം. ഉദാഹരണം, മൂല്യർക്ക് മൂല്യരോട് അസൂയ ഉണ്ടാകുക, ഡോക്ടർക്ക് ഡോക്ടറോട് അസൂയ ഉണ്ടാകുക. സത്യമല്ലേ? കച്ചവടക്കാരനോട് കച്ചവടം തന്നെ പല കച്ചവടം പുതു അസൂയ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇനി ഇതിൽ വലിയ അസൂയ ഉണ്ടാവും. 2 മീൻകാരെ പുറത്തുനിന്ന് അങ്ങനെ ഒരുത്തന്നെ പീടി നമ്മി വാങ്ങണമെങ്കിൽ അസൂയ ഉണ്ടാവും. മിന്നാത്ത മീനാണ് ഒറ്റ കിട്ടിയ മറ്റവനോട് പറയും, അതിങ്ങനെ ഐസിട്ടാണ് വെള്ളം കൊടുത്തേക്കുക, എന്നെ പോലത്തെ അമുക്കുകളല്ലേ അവിടുന്ന് വാങ്ങുള്ളൂ എന്ന് ഒറ്റക്ക് കിട്ടിയ മറ്റവനോട് പറയും. ഇതെന്താ? അസൂയ. നേതാവിനോട് അസൂയ ഉണ്ടാവുള്ളൂ, പെണ്ണിനോട് അസൂയ ഉണ്ടാവുക, ആണിനോട് അസൂയ ഉണ്ടാകുക. ഒരു തരത്തിലാണ് ഉണ്ടാകുക. മറ്റേ നമുക്ക് എല്ലാം നല്ലവനല്ല എന്നറിയും. ഇപ്പോൾ ഉദാഹരണം പറയാം, 2 കച്ചവടക്കാരുണ്ട്. ഒരു കച്ചവടക്കാരൻ നല്ല വെളുത്ത തുണി പായം നിസ്കാരം അത് ഇത് കൊണ്ടു നടക്കുന്ന കച്ചവടക്കാരൻ, മറ്റൊരതൊന്നുമില്ല. അപ്പോൾ ഈ വെളുത്ത തുണി പായിട്ട് നടക്കുന്ന ഈ ആളെ പറ്റി പൊതുജനം എന്ത് മനസ്സിലാക്കും? ഭയങ്കര സ്വാധീന മനുഷ്യനാണ്. തൊട്ട അടുത്ത് അതേ സാധനം കച്ചവടം ചെയ്യുന്ന മൂപ്പർക്ക് ഇയാളെ ഹക്കീക്കത്തറിയുള്ളൂ. കാരണം അയാൾ ഈ വെള്ളക്കുപ്പായിട്ടവൻ മറ്റേക്ക് ഉണ്ടാക്കുന്ന ശല്യങ്ങൾ നാട്ടുകാരറിയില്ല. നമുക്ക് മനസ്സിലായില്ല. അപ്പം ആ ജിൻസിൽപ്പെട്ടവർക്ക് മാത്രമേ തിരിയുള്ളൂ. അപ്പം ഇവിടെ ഞാൻ ഒന്നാമതായി ഇത് ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി, അസൂയ ഇല്ലാത്ത ഒരാൾ ഈ ലോകത്തില്ല. ഇല്ലാവൻ അസമഹുള്ള, അല്ലെങ്കിൽ അള്ളാഹു തആല അവരെ അങ്ങനെ രക്ഷപ്പെടുത്തി കൊടുക്കണം. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ ആരിഫീങ്ങൾ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, ഉള്ളിലുള്ള കേടിനെ നീക്കിയിട്ടാണ് സ്വർഗത്ത് കടത്തുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? സ്വർഗത്തിൻ്റെ വാതിലെത്തുമ്പോഴും അവർക്ക് എന്തുണ്ടായിരുന്നു? ആ കേടുണ്ടായിരുന്നു അല്ലേ? വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, സ്വർഗത്തിൻ്റെ വാതിൽക്ക് 2 പുഴകളുണ്ട് എന്നാണ്. യുശ്റബു മിൻ വാഹിദിൻ വയുഗ്സലു മിൻ ഉഖ്റ, ഒന്നിൽ നിന്ന് കുടിപ്പിക്കപ്പെടുകയും മറ്റേന്ന് കുളിപ്പിക്കപ്പെടുകയും ചെയ്യും. ഫീഹിമാ ഐനാനി തജ്രിയാൻ, ഈ ആയത്തിൻ്റെ തഫ്സീറിലുണ്ട്. അതിൽ 2 പുഴയുണ്ട്. അത് അതിലൊന്നും 2 പുഴയൊന്നുമല്ല, ഇഷ്ടംപോലെ പുഴയുണ്ട്. പിന്നെ ഇവിടെ 2 എന്ന് പറഞ്ഞാൽ എന്താ? വാതിൽക്ക് തന്നെ 2 പുഴയുണ്ട്. യുശ്റബു മിൻ വാഹിദിൻ, ഒന്നിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. അതാണ് കുടിച്ചാലോ ഫയുസീലു മാഫി ഖൽബിഹി മിൻ ഗില്ലിൻ, അവൻ്റെ ഉള്ളിലുള്ള ഈ സകല കേടും
ഹൃദയത്തിലുള്ള കേട് അപ്പെടും. മറ്റേന്ന് കുളിപ്പിക്കപ്പെടും. അപ്പോഴോ ഫയസ്സുല്ലഹൂനത്തിന് വല്ലാത്തൊരു സൗന്ദര്യം ഉണ്ടാവും. എന്നിട്ടാണ് ഇനി എന്ത് എല്ലാം ലാവില്ലാവും. മനസ്സിലായില്ല? അവനെ മറ്റേ ഇതിലേക്കൊന്നും കൊണ്ടുപോകണ്ടില്ല. എന്തായാലും പറയാം, അവനെ കോലൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് എന്ത് എടുക്കും, ബ്യൂട്ടി പാർലർ ഒന്നും വേണ്ട. അവന് വളഞ്ഞ മൂക്കും മറ്റേ കൊന്തറമ്പല്ലും ഒക്കെ കുളിക്കണോടൊക്കെ എല്ലാം നേരം. അവൻ്റെ ആ പല്ല് ഇതെല്ലാം ലെവലാവും. പല്ല് ലെവലാവും, അവൻ്റെ തൊള്ള ലെവലാവും, അവൻ്റെ വളഞ്ഞ മൂക്ക്, അവൻ്റെ കോങ്കണ്ണ് ഒക്കെ ലെവലാവും. നല്ലൊരു കുളിയോടുകൂടി സുന്ദര കുട്ടപ്പൻ ഷാർ. അതിനാദ്യം എൻ്റെയും കുടിപ്പിക്കപ്പെടും. അപ്പൊ അവിടെ എത്തുമ്പോഴും അത് ഉണ്ടാവും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത് എന്നറിയോ, എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആണെങ്കിലും എല്ലാം കുടിച്ച് അവനോട് പറയരുത്. കാരണം അവനും എന്തുണ്ടാവും, അസൂയ ഉണ്ടാവും. പെരുന്തച്ഛൻ്റെ കഥയിൽ പെരുന്തച്ഛൻ മകനെ കൊന്നു എന്നാണ് ഒരു ആരോപണം. കാരണം ഒരാരോപണം പറയപ്പറ്റ പന്തിരു കുലത്തിൽപ്പെട്ട ആളാണ് പെരുന്തച്ഛൻ. പെരുന്തച്ഛൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, പെരുന്തച്ഛനെക്കാളും പെരുന്തച്ഛൻ പറഞ്ഞാൽ ചരിത്രം കണ്ട ഏറ്റവും വലിയ ആശാരിയാണ് പെരുന്തച്ഛൻ. മലയാളക്കര കണ്ടതിന് ഏറ്റവും വലിയ ആശാരി പെരുന്തച്ഛനാണ്. പെരുന്തച്ഛനേക്കാൾ ജീനിയസായി വളർന്നു ആര്, മകൻ. അപ്പോൾ പണി നടക്കുക, ഒരു പെരപ്പണി നടത്തണം അച്ഛനും മകനും. മുകളിൽ അച്ഛനാണ്, താഴെ മകനാണ്. അപ്പോൾ അച്ഛനും മകനും ഇരിക്കുമ്പോൾ കറക്റ്റ് നേരെ കറക്റ്റ് അച്ഛനും മകനും ഒരേ കറക്റ്റിൽ നിൽക്കുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഉളിയണിയാടി. അപ്പോൾ മകൻ്റെ കഴുത്താണ് പോയി. കഥയാണ്, സിനിമ ഉണ്ട്. ഈ വിഷയത്തിൽ സിനിമ ഉണ്ട്. എന്താ പറയുന്നു, പെരുന്തച്ഛൻ്റെ കറക്റ്റ് അവിടെ എത്തിയപ്പോൾ കയ്യിൽ നിന്ന് ഉള്ളിയാണ് ചാടല്ല ഉള്ളിയാണ്ട് ഇട്ടു. അപ്പോൾ കറക്റ്റാണ് കഴുത്ത് 2 കഷ്ണമായി. മകൻ മരിച്ചു. എന്താ കാരണം? അസൂയ. ആരോട്? ബാപ്പക്ക് മകനോട്. ഇനി ആർക്ക് നിങ്ങൾ ചോദിക്കണ്ട. ബാപ്പാക്ക് മകനോട് വരെ അസൂയ ഉണ്ടാവും, അമ്മോഷാക്കാക്ക് മരുമോനോട് വരെ അസൂയ ഉണ്ടാവും. ആർക്ക് നിങ്ങൾ ചോദിക്കാൻ വേണ്ട, ആർക്കും അസൂയ ഉണ്ടാവും. ആവറേജ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടാവില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവും. അവിടെ മാന്തി മൂക്കണം, അപ്പോഴേ ഉണ്ടാവുള്ളൂ. മറ്റേ ഇപ്പം നമ്മളെല്ലാവരും ചങ്ങായിമാരല്ലേ, ഇപ്പം നമ്മളൊന്നാണല്ലോ. ഇനി നമ്മൾ ഒന്നല്ല എന്ന് മനസ്സിലാവുന്നത് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ്. നമ്മൾ ഇന്നും നാളെയും മറ്റന്നാളും ഈ കൊല്ലം അടുത്ത കൊല്ലം ഒക്കെ ഈ മുറി തന്നെ പാർക്കുകയാണെങ്കിൽ ഓരോരുത്തർക്ക് ഓരോയാണ് തിരിയും. അപ്പം നിങ്ങൾ എൻ്റെ കൈ മുത്താൻ വേണ്ടി വന്നതാണ്. ഉസ്താദിൻ്റെ കൈ നമുക്ക് മുത്തണമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ വന്നത്. അത് വന്ന് നിങ്ങൾ ക്ലാസ് കേട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ മുത്തിയേ പോകുള്ളൂ. അതേ സമയത്ത് നിങ്ങളിവിടെ 24 മണിക്കൂർ നിൽക്കുകയാണെങ്കിലോ, മനസ്സിലായില്ല? നിങ്ങൾ വന്നുകൂടുമ്പോൾ തന്നെ മുത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായി തോന്നും. ലാസ്റ്റ് മുത്തിപ്പോകാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുത്താദ്യം പോകും. തിരിഞ്ഞിട്ടില്ല. അതാണ് ലോകം. അങ്ങനെയാണ് ഈ അവസ്ഥ. ഓരോരുത്തർക്ക് തിരിയും. അതെന്തോ അങ്ങനെയാണ്. ഈ പാത്രത്തിൽ നമ്മൾ കുറച്ച് ശുദ്ധമായ വെള്ളം മറന്നിച്ചു. ഇപ്പം കുടിച്ചാൽ ഇത് ശുദ്ധവെള്ളം. അതേ ദിവസം ഇതൊരാഴ്ച അവിടെ വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് ശുദ്ധമായിരുന്നില്ല. അതിൻ്റെ ഉള്ളിലുള്ള മോശപ്പെട്ട സാധനങ്ങൾ വളരും, അത് പായലായി മാറും. ഇത് എവിടുന്നും വന്നതല്ല, അയിത്തന്നെ ഉണ്ടായിരുന്നത്. അത് അപ്പത്തിരില്ല. അപ്പം തന്നെ കുടിച്ചാണെങ്കിൽ പിറ്റേന്ന് മൂത്രമായി പോകും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ സാധനം വളർന്നാൽ അതിന് വിഷം. അപ്പം നമുക്ക് തിരിയണമെങ്കിൽ കുറച്ച് നേരം വൈകും. കെട്ടിയ ദിവസം ഇത് പറയും ഞാൻ ഭാഗ്യവാനാണ്. ഒരുത്തിനെ കെട്ടിയാൽ അന്ന് പറയും ഞാൻ ഭാഗ്യവാനാണ്. ജോലോടും പറയും അന്നെ എനിക്ക് കിട്ടിയില്ലേ, ഞാൻ അള്ളാഹിനോട് ഞാൻ പള്ളി കുത്തുന്നാൾ 1000 വട്ടം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു വരികയാണ്. അള്ളാഹു തആല എനിക്ക് ചെയ്ത നിഅമത്ത് കുഴപ്പമില്ല. അത് 10 കൊല്ലം ഞാൻ പറയില്ല.
അത് 25-35 കൊല്ലം കൂടി പേരം കൂട്ടി മലക്കോളൊക്കെ ആയ സമയത്ത് പിന്നെ ഇതൊക്കെ മാറാപ്പം നമ്മളെ തലയിൽ കുടുങ്ങിയതാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അത് തോൽ മക്സാണ്. കുറേ കാലം കഴിയുമ്പോൾ പലതും പൊളിവാകും. ഇതൊക്കെ സത്യങ്ങളാണ്. ഇതിനകത്ത് നിങ്ങൾ തെറ്റ ഇങ്ങനെ എല്ലാത്തൊരു ലോകം ഉണ്ടാവില്ല. ഇങ്ങനെ ലോകം ഇപ്പം ഇതൊന്നും അല്ലാത്തൊരു ലോകം ഉണ്ടാവില്ല. ഇതൊന്നും അല്ലാത്തൊരു ഉണ്ടാവില്ല. ഇതൊന്നും അല്ലാത്തൊരു പെണ്ണിനെ എനിക്ക് കിട്ടുമോ? കിട്ടൂല. ആണിനെ കിട്ടൂല. ഇനി എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. കെട്ടീൻ്റെ പിറ്റേ ദിവസം ഓളെ പിന്നെ ഇത്താത്താക്കൊക്കെ വിളിച്ച് പറഞ്ഞ അൽഹംദുലില്ലാ ഞാൻ ഏതായാലും ഭാഗ്യത്തിലെത്തി. മനസ്സിലായി പറഞ്ഞത്. പിന്നെ 4 കൊല്ലം കഴിയണം, അപ്പോഴേ നമ്മളെ തലയിൽ കുടുങ്ങിയതെന്ന് പറയുള്ളൂ. അപ്പം എന്തും അങ്ങനെയാണ്. ഇതിനെല്ലാം ഒഴിവാക്കിയിട്ട് ഒന്നിനെ കണ്ടെത്താൻ മനുഷ്യന് കഴിയില്ല. ഇസ്തഈനു അലാ ഇൻജാഹിൽ ഹവായിജി ബികിത്മാനിഹ. കാര്യങ്ങളെ മറച്ചു പിടിച്ചാൽ നിങ്ങൾക്ക് വിജയിച്ചു പോകാം. പുണ്യ റസൂൽ മറച്ചു പിടിക്കുക. ഫഇന്ന കുല്ല ദീ നിഅമത്തിൻ മഹ്സൂദ്. നിഅമത്ത് വെളിവാകുന്നതിനനുസരിച്ച് അസൂയക്കാരും ഉണ്ടാവും. അവൻ നിഅമത്ത് ഒരിക്കലും വെളിവാക്കരുത്. പക്ഷേ വലിയ ശതമാനം നിഅമത്ത് വെളിവാകാതിരിക്കൂല. എങ്ങനെ വെളിവാകാതിരിക്കണം? നിങ്ങൾക്കൊരു സമ്പത്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെളിവാകുമല്ലോ. നിങ്ങൾ പറയണ്ടെങ്കിലും മറ്റവന് തിരിയുമല്ലോ. നിങ്ങളെ ആ നടത്തോ, നിങ്ങളെ ഒരു ട്രൗസറും കുപ്പായം നിങ്ങൾ കാണുമ്പോൾ മറ്റവൻ തിരിയുമല്ലോ. എന്ത് അങ്ങനെയല്ല കിട്ടില്ല എന്നാ തോന്നുന്നത്. അത് വെളിവാകാതെ പറ്റൂല. ഇപ്പം ഞങ്ങളെപ്പോലത്തെ ആളുകൾ, പിന്നെ പോലത്തെ ആൾ, നമുക്ക് ഞാമത്ത് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പം അസൂയക്കാർ ഒഴിവാകുന്നില്ല. ഒരു 30 ദിവസം കൂടുമ്പോഴെങ്കിലും കുറച്ച് ആയത്തിൽ കുറച്ച് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഓതിയിട്ട് തലയിൽ കൂടി വെള്ളം വരും. ഇല്ലെങ്കിലോ അങ്ങനെയാണ്. അസൂയയിൽ പലതും കണ്ണിലൂടെ വരും. ഇപ്പോൾ ഒരു വ്യക്തി, നിങ്ങൾ എന്നെ കണ്ണ് 2 കണ്ണാണ്, പക്ഷെ ഞാൻ അങ്ങോട്ട് മനസ്സിലായില്ല. നിങ്ങൾ നോക്കുന്ന 2 കണ്ണിലേക്കാണ്, ഞാൻ നോക്കുന്നോ 500 ആളുണ്ടെങ്കിൽ 1000 കണ്ണായി, 1000 ആളുണ്ടെങ്കിൽ 2000 കണ്ണായി, 10,000 ആളുണ്ടെങ്കിൽ 20,000 കണ്ണായി. എന്ത് അങ്ങനല്ലേ? കണ്ണേർ സത്യമാണ്. കണ്ണേർ സത്യമാണ്. പിശാചും അത് കൊണ്ടുവരും, മനുഷ്യൻ്റെ അസൂയയും കൊണ്ടുവരും. എന്ത്? കണ്ണേർ. സൂക്ഷിച്ചോളിന് പുണ്യ റസൂൽ. കണ്ണേർ സത്യമാണ്. കണ്ണേർ സത്യമാണ്. 2 കാര്യത്തിലൂടെ കണ്ണേറുണ്ടാവും. അങ്ങനെയാണ്. എൻ്റെ ചെവിയിൽ ഒരാൾ പറഞ്ഞു, എൻ്റെ മകന് ജോലി കിട്ടിയിട്ടുണ്ട്, പക്ഷെ എൻ്റെ കുടുംബക്കാരനോട് പറയാനോ വേണ്ടത്, ഉസ്താദെ പറയാതിരിക്കണോ വേണ്ടത്? എൻ്റെ ചെവി പറഞ്ഞു. എന്തേ? ഒരു അസൂയക്കാരാണ്. പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാവും, പറഞ്ഞാൽ അസൂയ ഉണ്ടാവും. തിരിഞ്ഞില്ല, കുടുങ്ങ. എൻ്റെ മകന് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടെന്നുള്ള അത് ഞാൻ എന്നോടൊരാൾ ചെവി പറയാണ്, ചെവിയിലാണിത് പറയുന്നത്. എൻ്റെ മകന് ജോലി കിട്ടിയിട്ടുണ്ട്, അടുത്ത കുടുംബക്കാരുണ്ട്, അവൻ ആദ്യമായിട്ട് ജോലി കിട്ടുകയാണ്. ഇത് ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞാൽ അവർ അസൂയ വെക്കും. അസൂയ വെച്ചാൽ ആ ജോലി നഷ്ടപ്പെടും. അസൂയയുടെ ജോലി നഷ്ടപ്പെടും. അസൂയ കണ്ണ് വരും, കണ്ണ് വന്നപ്പോൾ എല്ലാം പോവും. ഒരു വലിയ വീട് കയറ്റി തിരിച്ചെത്തിയപ്പോൾ കമ്പനിയിൽ ജോലിയില്ല. എന്തേ? അസൂയ വലിക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്? എന്തും 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 ഈ പള്ളിയിൽ വരുന്ന നോമ്പറക്കണ എല്ലാ ആളുകൾക്കും എന്നും ബിരിയാണി കൊടുത്തു നോക്കാം, അതിൻ്റെ കച്ചവടം അക്കൊല്ലം പൂട്ടും. അങ്ങനെ എനിക്ക് പൂതിയുണ്ടെങ്കിൽ അതിൻ്റെ മാലിൽ തന്നെ കൊടുക്കരുത്. കമ്മിറ്റിക്കാർ വന്നു, അല്ല നിങ്ങളൊരു 10 ദിവസം ബിരിയാണി ഏൽക്കണം, അങ്ങനെ ഓരോരുത്തർ ഏൽക്കുന്നുണ്ട്. അതിനൊന്നും ആവൂല. ഒരു ദിവസം പോരെ. കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല. അപ്പോൾ ഓൽക്കൊക്കെ റാറ്റോയി. എന്ത് കാര്യങ്ങളൊന്നും വലുതായിട്ടില്ലല്ലോ. അല്ല, എന്നാലും ഒരു 5 ദിവസമെങ്കിലും ഓനെ പിന്നെ ഓനെ തുലക്കല അവരുടെ ലക്ഷ്യം. ഓന് ഒരു ദിവസം കയ്യുള്ള വരുമ്പോൾ ഓൻ്റെ അടുത്ത് പിന്നെയും പൈസ ഇല്ലാതെ ഓൻ പെരുന്നാൾക്ക് കടം വാങ്ങട്ടെ എന്ന് വെച്ചാൽ ഒരു പിന്നെ 5 ദിവസം നിർബന്ധിക്കണത്.
നിങ്ങൾക്ക് അന്തല്ല. ഇതൊക്കെയാണ് സത്യം. അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് 2 ദിവസമാക്കിയപ്പോഴും ഇറങ്ങിപ്പോണവർക്ക് സമാധാനം. എന്ത് 1 ദിവസം കഴിഞ്ഞു നമ്മൾ 2 ദിവസമാക്കി, ഏതായാലും അതിനനുസരിച്ച് അവൻ്റെ അടുത്ത് കുറവാകുമല്ലോ. നിങ്ങൾക്ക് വസ്തുതകൾ അറിയൂല. ഞാൻ പറഞ്ഞു തോന്നുന്നുണ്ട് നിങ്ങൾക്ക് വെറുതെ പറയാനും ഒരിക്കലല്ല. അങ്ങനെ മനസ്സിലാവേണ്ട. അപ്പോൾ ഈ നിനക്കാകട്ടെ 365 ദിവസം അവിടെ ബിരിയാണി കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലപ്പുള്ളത്. എന്നാലും കൊടുക്കരുത്. എന്നാൽ പിന്നെ കോഴിക്കോട്ട് എന്നെ അറിയാത്ത വേറൊരു പള്ളി കോഴിക്കോട്ടാണ്. ഒരു കമ്മിറ്റിക്കാരനോട് വന്ന് കമ്മിറ്റി പ്രസിഡൻറ്റും സെക്രട്ടറിയും കണ്ടുകൊണ്ട് ഒരു 10 ദിവസത്തെ ബിരിയാണിൻ്റെ വക. അപ്പോൾ ഒരു പള്ളി പറയും ഒരു ചങ്ങായി ഇവിടെ വന്നിരുന്നു, ഓൻ തന്നു. അതന്നെ മേലെ കൊടുത്തുകൂടാ. അല്ല കൊടുത്താൻ്റെ കാപ്പി സന്ന് പൂട്ടും. മേലെ കൊടുക്കരുത് നീ പറഞ്ഞ അർത്ഥമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ അസൂയക്കാരുണ്ടാവും. അസൂയക്കാരൻ എൻ്റെ ഹുവാനടിയിലുണ്ടാവും. അസൂയക്കാരൊരിക്കലും അകത്തായിരിക്കും അസൂയക്കാർ. ബിൽഗേറ്റ്സ് ഇവിടെ വന്നിട്ട് നാട്ടുകാർക്കൊക്കെ പൈസ കൊടുത്താൽ നമുക്ക് സന്തോഷം. ബിൽഗേറ്റ്സ് എന്താണെന്ന് വിചാരിച്ച് ഭയങ്കര ആളല്ലേ. എല്ലാവർക്കും $10,000 വീതം കൊടുത്ത് അയാൾ പോയി. നമ്മൾ മാത്രം പറയണം. അതേ സമയത്ത് ബിൽഗേറ്റ്സിനെ പുറത്ത് അപ്പുറത്തെ കമ്പനി നടത്തുന്ന വേറെ ആളുണ്ടെങ്കിൽ ഓനതറിയാൻ പാടില്ല. ഓനറിഞ്ഞാൽ എന്താവും? മൂപ്പർക്ക് ഭയങ്കര കച്ചവടം നടക്കുന്നത്. അന്ന് അടിയിൽ കൂടെ പണി തുടങ്ങും. ഇതൊക്കെ ഇതിൻ്റെ ഇടയിലുള്ള ഒരു സ്ട്രഗിളാണ്. ഈ സ്ട്രഗിളിൽ നമ്മൾ വിജയിക്കലാണ് സത്യത്തിൽ ജീവിതം. അതൊരു സമരമാണ്. ജീവിതം ഒരു സമരമാണ്. മനസ്സിലോട്ട് പറഞ്ഞത് അതെല്ലാം തോറ്റുപോകും. അതിൽ തോറ്റുപോകും. വലിയൊരു ശതമാനം ജനങ്ങളിൽ തോറ്റുപോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞ് പറയാം, അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ നിസ്കരിക്കാൻ നോമ്പോൽക്കുക, ഇതൊരു പ്രത്യക്ഷ പണിയല്ലേ മനുഷ്യന്മാരെ. അതുകൊണ്ട് എങ്ങനെ സ്വർഗം കിട്ടുന്നത്? ഇപ്പം എന്താ നിസ്കാരം? നീ വയോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് സ്വർഗം കിട്ടുക? അപ്പം എന്താ? അള്ളാഹു അങ്ങനെ കൽപ്പിച്ചു, ഇജത് ചെയ്യുന്നു. അതിൻ്റെ ഹക്കീക്കത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം എന്നെ സംബന്ധിച്ചാലും ബാഹ്യതലം മാത്രം. അള്ളാഹു ബാഹ്യവും ആന്തരവും പറഞ്ഞിട്ടുണ്ട്. ഈ ആന്തര ഭാഗത്തേക്ക് നീ ശ്രദ്ധിക്കുന്നില്ല. പ്രത്യക്ഷം അതല്ലേ നമസ്കാരം ആണോ? അല്ലേ നമസ്കാരം ബാഹ്യമാണോ ആന്തരമാണോ? 100% ബാഹ്യം. ഇതിനെങ്ങനെ സ്വർഗം കിട്ടുന്നത്? പിന്നെ ഇപ്പം നമ്മളെ സ്ട്രഗിളുകൾ, സമരം, കഷ്ടപ്പാട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റും. അപ്പം പിന്നെ എന്താണ് അത്? കാലിസഞ്ചിയ. ഒരു കാലിസഞ്ചിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു? കാലിസഞ്ചിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു? പിന്നെ ഈ നടത്തിയ അധ്വാനം, കഷ്ടപ്പാടൊക്കെ ഇതിൽ കയറ്റിട്ടാൽ ഫുൾ ലോഡായി. ഒരു 100 മനസ്സിലായില്ല, ഒരു 100 സഞ്ചി ഒരാൾക്ക് ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ടിരാ. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അങ്ങനെ നമസ്കാരം ഇതിലേക്ക് എന്ത് കയറ്റും? ഈ നടത്തിയ സമർപ്പണങ്ങൾ, അധ്വാനങ്ങൾ, ആ അധ്വാനം ഓരോ സഞ്ചിക്ക് കയറ്റിയ സഞ്ചി ലോഡായി, തിരിഞ്ഞിട്ടില്ല. കാലിസഞ്ചിയാണ് നമസ്കാരം. അതിലേക്ക് നീ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കയറ്റും. ഇപ്പം എന്തായി? ഇപ്പം ഒരു 8 ടണ്ണുള്ള കൊണ്ടുപോകുന്ന ലോറിക്ക് കയറ്റാൻ മാത്രമുണ്ട് എന്ത്? ഈ സഞ്ചി നേരെ ഒരുത്തൻ തൂക്കി പിടിച്ചു പോകുന്നതാണ്. നമ്മളിൻ്റെ കൂടെ ഇല്ല. ഞാൻ നിസ്സാരല്ല, ഈ നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തി പറയുന്നത്. നമ്മൾ നിസ്കരിക്കണില്ല, നമ്മൾ നിസ്കരിക്കും പോലെ കാട്ടുകയാണ്. എന്താണ് പിന്നെ ഈ നിസ്കാരം? നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം മറ്റൊരുത്തൻ്റെ അസൂയ നമ്മൾ അനുഭവിക്കുകയാണ്. ഓനെ തിരിച്ചൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. മനസ്സിലായില്ല പറഞ്ഞത്? അൽ മുഅ്മിനു യഹ്സദുക. മുഅ്മിൻ നിന്നോട് ഹസദ് വെക്കും. മുഅ്മിനാണെങ്കിൽ അവൻ എന്തുണ്ടാവും? ഹസദ്. വശൈത്വാൻ യംനഉക. ശൈത്താൻ നിന്നെ തടയും, പിശാച് തടയും. കാര്യം നടന്നാൽ മുഅ്മിൻ എന്തുണ്ടാവും? അസൂയ ഉണ്ടാവും. ഔത്തെ പള്ളിയിൽ നിസ്കാരം ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റൊരുത്തന് അസൂയ ഉണ്ടാവും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് സുന്നത്ത് നിസ്കാരം പരിലാനല്ലത് പറഞ്ഞത്.
ഈ അസൂയ കണ്ണായി ഭവിക്കും. പിറ്റേന്ന് എനിക്ക് എണീറ്റ് നോക്കുമ്പോൾ ഇവിടേക്കൊരു വേദന. എൻ്റെ അത് കണ്ണ് പൊലിച്ചതാണ്. അപ്പോൾ ഒരു അന്തമുള്ളവൻ്റെ അടുത്ത് ചെന്നേക്ക് പറഞ്ഞു, കണ്ണേറ് വെച്ചിട്ടുണ്ട്, ഒന്ന് മന്ത്രിക്കണം. മന്ത്രിക്കുന്ന ആളിലേക്ക് ഇത് കയറും. ഒരാളെ മന്ത്രിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിച്ച ആൾ നല്ല മനുഷ്യനാണ്, 100% നല്ല മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, വയ്യാതായി. എന്ത്? ഇത് ഇയാൾ ആക്രമിച്ചു. ഈ പള്ളിയിൽ നിന്ന് ഒരു നല്ല നിസ്കാരം നിസ്കരിച്ച് ഒരു 10, 25, 35, 45 റക്അത്തൊക്കെ നിസ്കരിച്ചു. ഇത് വേറൊരുത്തർ കണ്ടാൽ ഓനത്ര വെയ്യ. അപ്പോൾ എന്നോട് എന്തുണ്ടാവും? അസൂയുണ്ടാവും. നിർത്തിയെങ്കിൽ നോൻ ബാക്കെന്ന് വിചാരിക്കും. അത് നിർത്തിയെങ്കിൽ നോൻ വിചാരിക്കണമെന്ന് ഒന്നും നിർത്തിന് ഓന് ലാഭമൊന്നും ഉണ്ടായിട്ടല്ല. ഓനെ ഓന് ഒരുപോലെ ആയിക്കിട്ടതാണ് ഓൻ്റെ ആവശ്യം. പ്രശ്നം ഞാൻ 4ാമത്തെ വീരാക്കാനെ പോലെ 4ാമത്തെ വീരാത്ത നെൽപൂർത്ത വലിയ മുതലാളിയാണ്. അവൻ്റെ വാപ്പ പറഞ്ഞിരുന്ന തമാശയാണ്. ഒരുത്തൻ ആയുസ് മുഴുവൻ എന്തായിരുന്നു, പഠിച്ചവൻ എന്നെ 4ാമത്തെ വീരാക്കാനെ പോലെ ആക്കണേ. വലിയ മുതലാളിയായിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ. നല്ല മനുഷ്യനായിരുന്നു, വലിയ മുത്തസദ്യക്കായി നല്ല മനുഷ്യനായിരുന്നു 4ാമത്തെ വീരാക്ക. അപ്പോൾ ഒരാൾ കുറേ കാലം എന്തായിരുന്നു, പഠിച്ചവനെ എന്നെ 4ാമത്തെ വീരാക്കാനെ പോലെ ആക്കണേ, 4ാമത്തെ വീരാക്കാനെ പോലെ ആക്കണേ എന്തായിരുന്നിട്ടൊന്നും ഇവനെ അള്ളാഹുത്തിൻ്റെ 4ാമത്തെ വീരാക്കാനെ പോലെ ആക്കിയില്ല. അപ്പോൾ എന്തായിരുന്നു, 4ാമത്തെ വീരാക്കാൻ എന്നെ പോലെ ആക്കണേ. അതിൻ്റെ വാപ്പ പറഞ്ഞെന്ന തമാശക്കറിയാം. അതെനിക്ക് എളുപ്പമുള്ള പ്രശ്നം. ഇന്ന 4ാമത്തെ വീരാക്കാനെ പോലെ ആക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 4ാമത്തെ വീരാക്കാൻ എന്നെ പോലെ ആക്കാൻ എനിക്ക് എളുപ്പമല്ലേ. നാട്ടിക്കൊണ്ട നമ്മൾ രണ്ടാളും എന്തായി ഒരുപോലെയായി. എന്നാലും മതി, മനസ്സിലായി? തല കൊടുത്ത് ചിന്തിക്ക്. എനിക്ക് എന്നോടോ എനിക്ക് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ തഫാഹുർ പിശാച് പിടിക്കും. പൗറ് പറയണ്ട, എനിക്ക് ഞാൻ തന്നെ എതിര് ചെയ്യും. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു. അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ശർരി മാ സനഅതു, ഞാൻ എനിക്ക് വരുത്തി വെച്ച ഉപദ്രവത്തിനെ തൊട്ട്. അപ്പം ഞാനും എനിക്ക് ഉപദ്രവം വരുത്തും. എൻ്റെ വർത്താനം എനിക്ക് ഉപദ്രവമായി മാറുക. അതവിടെ എനിക്ക് വേറെ മനസ്സിലായില്ല. അപ്പം ഞാൻ എൻ്റെ പൗറ് പറഞ്ഞാൽ ആ പൗറ് എനിക്ക് പിന്നെ ഉപദ്രവമായി മാറി. ഒന്നിരിക്കൽ കേട്ടവനെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ പിശാചെങ്കിലും ഉപദ്രവിക്കും. ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതകരമായ കാര്യം പറഞ്ഞില്ല. തൊള്ളേന്ന് വീഴാതിരിക്കലാണ് നന്മ. കാരണം എന്തുകൊണ്ട്? ഇപ്പം ഈ മജ്‌ലിസിൽ എത്ര പിശാചുക്കളുണ്ടാവാം, അതറിയും. ഒരു കൈമാറും. ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറി ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. വായിന്ന് പുറത്ത് വന്ന കളിക്കും. അതുകൊണ്ട് മശായിഖന്മാരുടെ മുഹാബറാത്ത് മുഴുവനും ഇങ്ങനെയാണ്. അപ്പം ഈ ഹൃദയത്തിൽ ആ ഹൃദയത്തിലേക്കും ആ ഹൃദയത്തിൽ നിന്നും ശൈത്താനിൽ ഇടപെടാൻ കഴിയില്ല. സുഹ്റവർദി ഇമാമിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ വന്നൊരു സംഭവം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അറബി തങ്ങൾ വന്നിട്ട് അങ്ങോട്ട് കൊണ്ട് നോക്കി കുറേ നേരം ഇരുന്ന് പിന്നെ ഇബ്നു അറബി തങ്ങൾ പോയപ്പോൾ സുഹ്റവർദി ഇമാം എന്ത് പറഞ്ഞു? ഇത് അറ്റമില്ലാത്ത കടലാണ്, ഒരു അക്ഷരം ഉണ്ടിയിട്ടില്ല. അപ്പോൾ ഓലെ തമ്മിൽ അത് ടെലിപ്പതിയാണ്. അവർ തമ്മിലുള്ള സംസാരം എന്തിലൂടെ നടന്നു? ഹൃദയത്തിലൂടെ നടന്നു. അതിലാർക്കും ഇടപാടില്ല, പിശാചിന് ഇടപാടില്ല. ഞാൻ പിന്നെ ചില രാജ്യങ്ങളിൽ രാജാവ് സംസാരിക്കുന്ന സമയത്ത് മൊത്തം ഫോൺ കട്ട് ചെയ്യും. നിങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫോണിലൂടെ നിങ്ങൾ ഫോണെടുത്ത് റിസീവർ എടുത്താൽ മുക്കാലമത്തിൽ മരിക്കുന്നവ വന്നുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അതായത് ഒരു മൈന്യൂട്ട് പോയിന്റിലെങ്കിലും രാജാവിൻ്റെ സംസാരം ചോരാൻ പാടില്ല. അങ്ങനെയും ചോർന്നു പോയാൽ രഹസ്യങ്ങൾ പുറത്താവും. അതായത് രാജാവ് ഫോൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫോൺ കട്ട് ചെയ്യും. റിസീവർ എടുത്താൽ ഇതെന്നെ കേൾക്കും. ഞാൻ കേട്ടിട്ടുണ്ട്. പഴയ കാലത്ത് റിസീവർ സംസാരിക്കൂലേ, അപ്പോൾ കട്ട് ചെയ്യും.
മുക്കാലമത്തുൽ മലിക്ക് അതിൻ്റെ അർത്ഥം എന്താ? രാജാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വേറൊരാളോട്. എന്തേ? 99.25% സാധ്യതയും ഇത് വേറൊരാൾ കേൾക്കാൻ ഫോണിലൊന്നും സാധ്യതയില്ല. എന്നാലും ഒരു മൈന്യൂട്ട് പോയിന്റിൽ എങ്ങാനും അത് ചോർന്നാലോ എന്നുള്ള പേടി. അപ്പൊ എന്നതുപോലെ വായിന്ന് പുറത്ത് വന്നാൽ അവിടെ എന്താവും? അത് ദുരുപയോഗം ചെയ്യും. ആര് ദുരുപയോഗം ചെയ്യും? പിശാച്. ഒരവസ്ഥയൊക്കെ പൊന്തി കഴിഞ്ഞാൽ പിന്നെ വർത്താനം ഉണ്ടാവില്ല. വർത്താനം ഉണ്ടാകാൻ പാടില്ല. ഒരു രഹസ്യം പറയുന്ന സമയത്ത് ഒരു 10 ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതി ഒരു ബിസ്മില്ല ആയത്തുൽ കുർസി ഓതി റബ്ബേ ഇത് പിശാച് കേൾക്കരുത് എന്ന് പറഞ്ഞിട്ടേ വർത്താനം പറയാൻ പാടുള്ളൂ. കാരണം അത് അപ്പം കത്തിക്കും. എന്നൊക്കെ പറഞ്ഞത് നല്ലോണം ചിന്തിക്കി. നമുക്കിത് മനസ്സിലാകാത്തത് എന്തുകൊണ്ടെന്നാൽ അങ്ങനെ കക്കൂസിലിരിക്കുന്ന ഒരുത്തന് ഒരാൾ ഒരു തുള്ളി വെള്ളം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ആ മറ്റവൻ്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് എൻ്റെ തടിമക്ക് വീണാൽ എനിക്കത് പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ജനപ്പം എവിടെയുള്ളത്? കക്കൂസിലാണ്. അതേ സമയത്ത് കുളിച്ചൊക്കെ വൃത്തിയായി വരുമ്പോഴാണ് ഒരുത്തൻ്റെ വിയർപ്പ് നാട്ടിലുള്ള ബസ്സിൽ ഒരുത്തൻ ചാരിയ വരാൻ കിടങ്ങാറാണ്. എന്നതുപോലെ അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. ഞാൻ ഇതിനൊക്കെ പറയണം, അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് ഭയങ്കര പണിയാണ്. അസൂയ സ്വയം അങ്ങനെ അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. ആർക്കും ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അത് വെളിവാകൽ അവർക്ക് ചില സന്ദർഭത്തിൽ വെളിവാക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ ആവശ്യം നിർവഹിച്ചു പോകണം. നിലനിന്ന് പോകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ മറച്ചു പിടിക്കണം. ഒരാൾക്ക് നിഅമത്തുണ്ടെങ്കിൽ അയാളുടെ പിന്നിൽ അസൂയക്കാരുണ്ടാവും. പിന്നെ ആരെക്കൂടും അസൂയക്കാർ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. ഒരു വലിയ ഇതിപ്പോൾ ഞങ്ങളുടെ ഇതൊന്നുമല്ല, ഈ ലോകം ഒരു ഭയമാണ്. അത് രക്ഷപ്പെടാനേ കഴിയില്ല. ഇല്ലാമൻ ആസമല്ലാഹ്. രക്ഷപ്പെടാനേ കഴിയില്ല. രക്ഷപ്പെടാൻ ഭയങ്കര പണിയാണ്. ഇപ്പം നമ്മളെ കയ്യിൽ പൈസ ഇല്ല. ഇപ്പം നമ്മളെ പ്രശ്നം എന്താ? പൈസ ഇല്ലാത്ത പറയും. നമ്മളെ കയ്യിൽ പൈസ ഇല്ല. ഇപ്പം നമ്മളെ കയ്യിലെ പ്രശ്നം എന്താ? പൈസ ഇല്ലാത്തതാണ്. ഇനി നമുക്ക് പൈസ കിട്ടി കഴിഞ്ഞു ഒരു ദിവസം നമ്മൾ കൊതിച്ചു പോകും, പഠിച്ചോനെ പൈസ ഇല്ലാതെ എന്നെങ്കിൽ. സംശയം വേണ്ട. പൈസ ഉണ്ടായാലും പൈസ ഇല്ലാതിരിക്കൽ നോക്കിയാൽ ഏറ്റവും വലിയ അതാപ്. പൈസ ഉണ്ടായാലാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. പൈസ ഇപ്പം നമ്മൾ തോന്നുകയാണ്. ഇപ്പം നമ്മൾ 10 റുപ്യ ഇല്ലാത്തൊരാൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ പറ്റില്ലാതെ ആണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ആവറേജ് കാര്യങ്ങൾ നടന്നു പോയാൽ മതി. അതിനപ്പുറത്തേക്കാണ് പോയാൽ ആ പൈസ കൊണ്ട് ഒരു ദിവസം നമ്മൾ കുടുങ്ങും. ഞമ്മത്തുണ്ടായ കുടുങ്ങും. 100% കുടുങ്ങൻ തന്നെയും. നമ്മളെ തറവാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടി. ആ തറവാട്ടിൽ 10 വയസ്സില്ലാത്ത പാപ്പ എൻ്റെ മകളെ കിട്ടിയത് എങ്കിൽ നിങ്ങളും ആളിയന്മാരും സന്തോഷത്തിൽ ജീവിക്കും. അതേ സമയത്ത് എമ്പാട് മുതലുള്ള തറവാട്ടിൽ നിന്നാണ് നിങ്ങൾ പെണ്ണിട്ടിയെങ്കിൽ നിങ്ങളെ പെണ്ണുങ്ങളും ഓളേട്ടത്തിമാരും തമ്മിൽ സുഖം ഉണ്ടാവില്ല. ഓലും ഓള ആങ്ങളാരും തമ്മിൽ സുഖം ഉണ്ടാവില്ല. ഓലെന്നെ തമ്മിൽ സുഖം ഉണ്ടാവില്ല. എന്നോട് ഒരു ബലി ഒരു വെക്കില്ല. അതുകൊണ്ട് എനിക്കൊരു കാര്യമല്ല. ഓലെ പേരിൽ വലിയ ചെമ്പുണ്ടായിട്ട് എനിക്ക് എന്താ കാര്യം? നമ്മൾ വിചാരിക്കണ്ടല്ലോ വലിയ തറവാട്ടിൽ നിന്ന് പെണ്ണിട്ടിക്കണം. ഞാൻ എൻ്റെ ആയുസുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാൻ നിഅമത്ത് കുറഞ്ഞ പരീൻ്റെ പെണ്ണിട്ടിക്കോളും എന്നൊരു രാജാവായിരിക്കും. സ്നേഹമുണ്ടോ? ഒരു വിഷയം ഉണ്ടെങ്കിൽ എല്ലാവരും പാഞ്ഞു വരും, മറ്റൊരു നേരം ഉണ്ടാവില്ല. ചെമ്പ് എടുക്കാനും പിടിക്കാനും കൊടുക്കാനും ഒക്കെ ആളിയൻ തന്നെ ഉണ്ടാവും. മറ്റു ആളിയൻ വലിയ സൂപ്പർമാനാണ്. ഓനെന്തിനു എൻ്റെ അവിടെ ചെമ്പ് എടുക്കണം. എനിക്ക് ഓൻ ചോറ് തിന്നാൻ നേരത്തെ വരും, എന്നിട്ട് അതിനെക്കുറിച്ച് കുറ്റം പറയും. അതേ സമയത്ത് ഈ ഭൂലോകത്തെ വെട്ടി എന്ന് പറഞ്ഞാൽ മലയാളിമാരോട് പെണ്ണിട്ടിയാണ്. ഭൂലോക വെട്ടിയ എന്നാൽ അതുകൊണ്ട് എനിക്ക് കാര്യമല്ല. ഓലോടെ മുതലുണ്ടായിട്ട് എൻ്റെ കാര്യം മരിച്ചാലത്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ മരിക്കുമ്പോഴത്തേനും ഓരോരുത്തരുടെ പേരിലായി പോയിട്ടുണ്ട്. അതിലൊന്നും വഞ്ചിതനാകണ്ട. അതിലൊന്നും കയറില്ല. അതിൻ്റെ അർത്ഥം എത്തിയും കണിന്ന് കൊണ്ടിട്ടണമെന്നല്ല.
അതിനും അതിൻ്റെതായ ദോഷമുണ്ട്. അതിനും അതിൻ്റെ ദോഷമുണ്ട്. വേറെ വർത്താനാണെങ്കിൽ പൈമക്ക് കയറിയ വലിയ നാശാവും. നമ്മളൊരു ആവറേജ് ബാപ്പയമ്മയും പോറ്റി വളർത്തിയൊരു കുട്ടീനെ കല്യാണം കഴിച്ചാൽ അതപ്പം ഉണ്ടാവും, മര്യാദ ഉണ്ടാവും. ആളിയന്മാർക്ക് ആവറേജ് ജീവിതം അത്രയേ ഉള്ളൂ. വലിയ മുതലൊന്നുമില്ല, ഒന്നുമില്ല. ബാപ്പ മരിച്ചു നോക്കുമ്പോൾ ഒന്നുമില്ല. അൽഹംദുലില്ലാ. മരിച്ചതിൻ്റെ പിറ്റേന്ന് കണ്ണൂക്ക് കഴിക്കാണത് അളിയന്മാരും ഈശും കൂടി എല്ലാം കൂടെ എടുത്ത് ഒരു കണ്ണൂക്കാൻ കഴിച്ചാൽ അത്ര തന്നെയാണ്. ബാപ്പ എനിക്ക് തിരിക്കത്തൊന്നുമില്ല എങ്കിൽ അൽഹംദുലില്ലാ, ഒരു പ്രശ്നമില്ല, സന്തോഷം, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയും ചെയ്യും. ആവറേജ് മനുഷ്യന്മാരായാൽ മതി. ഇത് ആവറേജ് മനുഷ്യന്മാരായാൽ പോലും കടിപിടി, നിസ്കാരം നിലയൊക്കെ ഉണ്ട്, പക്ഷെ കടിപിടി ഉണ്ടാവും. പക്ഷേ കടിപിടിക്ക് സാധനമില്ല. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരും. അസൂയാണ് നമ്മുടെ പ്രശ്നം. അസൂയ എന്ന് പറഞ്ഞാൽ